ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫൻ അബ്ദുൽ സലാം. ബാങ്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, എല്ലാവരുടെയും അല്ല മിക്കവരുടെയും, ഇംഗ്ലീഷാണ്. അതും വൊക്കാബുലറി. എങ്ങനെ ഞാൻ ഈ വാക്കുകളെല്ലാം ഓർത്തിരിക്കും? ഒരുപാടധികം ഇംഗ്ലീഷ് വാക്കുകളുണ്ടല്ലോ, ഇതിന്റെ അർത്ഥമെല്ലാം പഠിക്കും. ഞാൻ പഠിച്ച വാക്കിന്റെ തന്നെ ആയിരിക്കുമോ ചോദ്യം വരിക എന്നുള്ളതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഡൗട്ടാണ്. എന്നാൽ ഇത്രയും കുട്ടികൾക്ക് നമ്മൾ റാങ്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചൊരു ട്രിക്ക് ഉണ്ട്. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബാങ്ക് കോച്ചിങ് കേരളത്തിലേത് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് തന്നെയാണ്. CSEB ആയിക്കൊള്ളട്ടെ, മറ്റെന്ത് ബാങ്ക് പരീക്ഷകളും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒറ്റ കുടക്കീഴിൽ ഫ്രം ദി എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഫോർ എവറി സബ്ജക്ട് നിങ്ങൾക്ക് കോച്ചിങ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് ഉള്ളത്. ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. 8921440580 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്, കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു അവർ വീഡിയോ. സീ മക്കളെ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടെക്നീക്ക്, റൂട്ട് വേർഡ് ടെക്നീക്ക് എന്ന് പറയും. ഓരോ വാക്കുകളും അതിന്റെ റൂട്ടിലേക്ക് നോക്കിയേ. നമുക്ക് കുറച്ചധികം റൂട്ടുകളുണ്ട്. ബെനെ, ഡിക്റ്റ്, പോർട്ട്, സ്ക്രിബ്, സ്ക്രിപ്റ്റ്, ക്രെഡ്. ഈ വാക്കുകൾ മനസ്സിലാക്കി വെക്കുക. ഇത് റൂട്ട് വാക്കുകളാണ്. റൂട്ട് വാക്കുകൾക്ക് കുറച്ച് മീനിങ് ഉണ്ട്. ബെനെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് എന്നാണ് അർത്ഥം, അല്ലെ? അപ്പോ ഈ റൂട്ട് വേർഡ് ഉപയോഗിച്ച് വരുന്ന വാക്കുകൾ, അപ്പൊ ബെനെ കാണുന്ന വാക്കുകൾക്കെല്ലാം നല്ലത് എന്നർത്ഥമുള്ളതായിരിക്കും. ബെനഫിറ്റ്, ബെനവലന്റ്, ബെനഫിഷ്യൽ. ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേട്ടം. ബെനവലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാനിയായിട്ടുള്ളത്. ബെനഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗുണമുള്ളത്. ഇതെല്ലാം ബെനെ എന്ന ഗുഡ് എന്ന മീനിങ് വരുന്ന റൂട്ട് വേർഡിൽ നിന്നുള്ളതാണ്. അടുത്ത നോക്കിയ മക്കളെ, ഡിക്റ്റ്. ഡിക്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്പീക്ക് എന്നാണ്. ഡിക്റ്റേറ്റ്, അല്ലെ? പറഞ്ഞു കൊടുക്കുക. ഡിക്ഷണറി, വാക്കുകളുടെ അർത്ഥങ്ങൾ. വെർഡിക്റ്റ്, വിധി. പ്രെഡിക്റ്റ്, മുൻകൂട്ടി പറയുക. ഇതെല്ലാം എന്താണ്? പറയുന്നതാണ്. വാക്കുകൾ പറയുന്നതാണ്, സ്പീക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെ ചെയ്തു? ഡിക്റ്റ്, 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 ഡിക്റ്റ്. കണ്ടോ? ഡിക്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിക്റ്റ് എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നും നമ്മൾ ഇത്രയും മീനിങ് കണ്ടുപിടിച്ചു. ഡിക്റ്റ് നോക്കിയേ, ഡിക്റ്റേറ്റ്, ഡിക്ഷണറി, വെർഡിക്റ്റ്, പ്രെഡിക്റ്റ്. കണ്ടോ? അപ്പോ പ്രെഡിക്റ്റ് മുൻകൂട്ടി പറയുക, വെർഡിക്റ്റ് വിധി പറയുക, ഡിക്റ്റേറ്റ് പറയുക, കമാൻഡ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? പോർട്ട്, പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി എന്നാണ് അർത്ഥം. നോക്കിയേ, എന്തൊക്കെയാണ് അവിടെ വരുന്ന വേർഡ്സ് എന്ന് പറഞ്ഞാല്? ട്രാൻസ്പോർട്ട്, അല്ലെ? ക്യാരി, കൊണ്ടുപോവുക, അല്ലെ? ട്രാൻസ്പോർട്ട്, സാധനം കൊണ്ടുപോവുക. പോർട്ടബിൾ, മൂവബിൾ, അല്ലെ? മൂവബിൾ, അല്ലെ? ഇമ്പോർട്ട്, ബ്രിങ് ഇൻ, ക്യാരി ഇൻ. എക്സ്പോർട്ട്, ബ്രിങ് ഔട്ട്, ക്യാരി ഔട്ട്. കണ്ടോ? ക്യാരി ഔട്ട്, ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ഉണ്ട്. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണ്ടുവരിക, കൊണ്ടുപോവുക, കൊണ്ട് നടക്കുക, എന്താണ്? മൂവ് ചെയ്യുക, അല്ലെ? അങ്ങനെ വരുന്ന മീനിങ് ആണ് പോർട്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് റൂട്ട് വേർഡുകൾ കണ്ടുപിടിച്ച് വെച്ചാൽ അതിന്റെ അർത്ഥം ഡയറക്ട്ലി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സ്ക്രിബ്, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എന്നുള്ളതാണ്. ഡിസ്ക്രൈബ്, വിവരിക്കുക, അല്ലെ? വിവരിച്ചെഴുതുക. മാനുസ്ക്രിപ്റ്റ്, മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുന്നതിന് മുമ്പുള്ള അതിന്റെ പ്രൈമറി ഫോമിനാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കൈയെഴുത്ത് മാസികയ്ക്കകത്തൊക്കെ നമ്മൾ കൈയെഴുത്തുകളുണ്ടല്ലോ, നമ്മളൊരു സാധനം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിന്റെ ഫൈനൽ ഫോമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ടെക്സ്റ്റിന്റെ സീനാണ് നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ്, തിരക്കഥ. ഇൻസ്ക്രിപ്ഷൻ, കൊത്തുപണികൾ. കണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ നോക്കിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്ക്രിബ് എന്നോ സ്ക്രിപ്റ്റ് എന്നോ ഉള്ളൊരു റൂട്ട് വേർഡ് കണ്ടുപിടിക്കാം. ക്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡ്, ക്രെഡിബിലിറ്റി നമുക്ക് നമ്മൾ കേട്ടിട്ടില്ലേ? ക്രെഡിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് ക്രെഡ് എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം? ബിലീവ് എന്നാള്. ക്രെഡിബിൾ, വിശ്വസിക്കാൻ പറ്റുന്നത്. ക്രെഡിറ്റ് നമുക്ക് പല രീതിയിലാക്കാം. കടം കൊടുക്കുന്ന എന്താണ്? വിശ്വാസത്തിന് പുറത്ത് പണം കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇൻക്രെഡിബിൾ, ക്രിഡൻഷ്യൽ. ഇതെല്ലാം എന്താണ്? ബിലീവ്, വിശ്വസിക്കുന്ന, ഫാക്ട് ആക്കാൻ സാധ്യതയുള്ള എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്രെഡ് എന്ന് പറയുന്നത്. ഈ റൂട്ട് വേർഡ് ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ മിക്ക വാക്കുകളും പഠിക്കുന്നത്. നമ്മൾ ഒരു റൂട്ടിൽ നിന്നും മിനിമം 4 വാക്കാണ് പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? 5 റൂട്ട് വേർഡ് പഠിച്ചാൽ നമ്മൾ 20 വാക്കുകളുടെ അർത്ഥം ഓട്ടോമാറ്റിക്കലി പഠിച്ചു വെക്കുകയാണ്. റൂട്ട് വേർഡ് ടെക്നിക്കാണ് നമുക്ക് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ഒരു വാക്ക് പഠിക്കാനുള്ള ഏറ്റവും മേജർ ടെക്നിക്ക് എന്ന് പറയുന്നത്.
അടുത്തതാണ് മക്കളെ വേർഡ് ഫാമിലി. വേർഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ വാക്കിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന, ഒരേ വാക്കിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള പല പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വേർഡ് ഫാമിലി എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് വേർഡ് ഫാമിലി പഠിക്കണം, മനസ്സിലാക്കിയിരിക്കണം? ഗ്രാമറും വൊക്കാബുലറിയും ഒരുമിച്ച് എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. നമുക്ക് സെന്റൻസ് കറക്ഷനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും വേർഡ് യൂസേജ് ക്വസ്റ്റ്യൻസിനും ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് വേർഡ് ഫാമിലി. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഡിഫറെന്റ് ഫോം ഓഫ് ദ സെയിം വേർഡ് മനസ്സിലാക്കുവാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും നമുക്ക് സഹായിക്കും. എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നോക്കിയാൽ മക്കളെ, ആദ്യത്തേത് ഡിസൈഡ്, തീരുമാനിക്കുക. അതിന്റെ വെർബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസൈഡ്, തീരുമാനിക്കുക. അപ്പൊ നമ്മളൊരു തീരുമാനം എന്ന് പറയുന്നതും ഡിസൈഡിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. തീരുമാനിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, തീരുമാനം എന്ന് പറയുന്ന നൗണും ഡിസിഷൻ ഡിസൈഡിൽ നിന്നാണ്. ഡിസൈസീവ്, തീരുമാനം എടുക്കേണ്ട. ഡിസൈസീവ്, ഇറ്റ് ഈസ് എ വെരി ഡിസൈസീവ് മൊമെന്റ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട, മനസ്സിലായോ? തീരുമാനം ആവശ്യമുള്ള. ഡിസൈസീവ്. ഡിസൈസീവ്ലി, അഡ്വേർബ്. അഡ്വേർബ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡിസൈസീവ്ലി എന്ന് പറയുന്നത്. ഇൻഡിസൈസീവ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ കണ്ടോ, ഡിസിഷൻ അല്ലെങ്കിൽ ഡിസൈഡ് എന്ന് പറയുന്ന വാക്കിനെ ബേസ് ചെയ്ത് വരുന്നതാണ് ഇത്രയും വേർഡ് ഗ്രൂപ്പുകൾ. ഇത് നമുക്ക് എവിടെല്ലാം ഉപയോഗിക്കാം? വേർഡ് ഗ്രൂപ്പുകൾ പഠിച്ചാൽ നമുക്ക് വൊക്കാബുലറിയിൽ ഉപയോഗിക്കാം, ഗ്രാമറിൽ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ഗ്രാമർ കറക്ഷനിൽ, സെന്റൻസ് കറക്ഷനിൽ, അതേപോലെ തന്നെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ, വേർഡ് യൂസേജ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വേർഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിന്റെ ഡിഫറെന്റ് ഫോംസിനെ, ഇത് നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, അഡ്വേർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വേർഡ് ഗ്രൂപ്പ് സ്റ്റഡി മനസ്സിലാക്കും. അടുത്തൊരു എക്സാമ്പിൾ ഉണ്ടോ, എഡ്യൂക്കേറ്റ്, പഠിപ്പിക്കുക, എന്തെങ്കിലും എന്താണ് വിദ്യാഭ്യാസം നൽകുക, വിദ്യ അഭ്യസിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് എഡ്യൂക്കേറ്റിന്റെ അർത്ഥം. അത് നൗൺ ആവുമ്പോൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമായി, എഡ്യൂക്കേറ്റർ അധ്യാപകൻ, അല്ലെ, വിദ്യാഭ്യാസം നൽകുന്ന ആൾ, വിദ്യ പകർന്നു നൽകുന്ന ആൾ, ഗുരു, നൗണായി. എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായ, അല്ലെ, എഡ്യൂക്കേറ്റീവ് എന്താണ് അറിവ് നൽകുന്ന, അല്ലെ, വിദ്യ അഭ്യസിപ്പിക്കാൻ കെൽപ്പുള്ള എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കണ്ടോ വേർഡ് മീനിങ്സ് മാറിയത്. വേർഡ് ഗ്രൂപ്പുകൾ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെയാണ് കണ്ടോ സക്സസ്, സക്സീഡ്, സക്സസ്, സക്സീഡ് വെർബ് വിജയിക്കുക, സക്സസ് നൗൺ ആണ്, അല്ലെ, സക്സസ്ഫുൾ വിജയകരമായ, സക്സസ്ഫുള്ളി നല്ലപോലെ വിജയകരമായിട്ട്, അൺസക്സസ്ഫുൾ വിജയകരമല്ലാതെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി. ഏറ്റവും മേജർ രണ്ട് ട്രിക്കാണ് വേർഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ റൂട്ട് വേർഡ് ടെക്നീക്കും. ഇത് രണ്ടും മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 45% ഓഫ് ദ വൊക്കാബുലറി കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇങ്ങനെ ടെക്നിക്കിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് വെറുതെ മഗപ്പ് ചെയ്യുക മാത്രമല്ലാതെ നമുക്ക് ആക്ച്വൽ യൂസേജിലേക്ക് നമ്മളുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. ആൻഡ് നമ്മളുടെ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് മാസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് എക്സാംസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് ഉറപ്പായിട്ടും നമ്മുടെ ബോട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ലിങ്കിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരിക. നിങ്ങളുടെ ബാങ്ക് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കോമ്പറ്റീറ്റീവ് ക്രാക്കറിലുണ്ട്. വിത്ത് ദി എക്സ്പേർട്ട് ഫാക്കൽറ്റി, വിത്ത് ദ എക്സ്പേർട്ട് സിസ്റ്റം ആൻഡ് ദി എക്സ്പേർട്ട് ടീം ആൻഡ് സപ്പോർട്ട്, ഉറപ്പായിട്ടും നിങ്ങൾ ബാങ്ക് ജോലിക്കാരായിരിക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടൊപ്പം. സോ ഉറപ്പായിട്ടും ഇതുപോലുള്ള പുതിയ കണ്ടന്റുകൾ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനി അപ്ഡേറ്റ് ഫ്രം us. This is me, Alfin Abdul Salam, signing off. Until we meet again with more English, vocabulary, grammar and everything fun about English. Thank you.